ഇന്ത്യൻ ഫുട്ബോളിനൊരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു. മലയാളി താരങ്ങളാൽ സമ്പൽ സമൃദ്ധമായ ഇന്നലകളുടെ വസന്തകാലം. IM വിജയനും CV പാപ്പച്ചനും VP സത്യനും ഓർമ്മയുടെ ഗോൾമുഖത്തേക്ക് ഡ്രിബിൾ ചെയ്ത് കയറുന്നത് ഒരു നീണ്ട നിര തന്നെയാണ്. നീലക്കുപ്പായത്തിൽ അവരൊഴുക്കിയ വിയർപ്പിന് നമ്മുടെ രാജ്യത്തോളം വലുപ്പമുണ്ടായിരുന്നു. അന്ന് കേരളക്കരയുടെ നിറകയ്യടികൾക്ക് ആത്മാഭിമാനത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. കാലാന്തരങ്ങൾക്കപ്പുറം രാജ്യത്തിൻ്റെ കളിപ്പുസ്തകത്തിൽ മലയാള അധ്യായങ്ങൾ പാടെ കുറഞ്ഞുപോയി. പഴയ പ്രതാപവും പാരമ്പര്യവും ഇതിനിടയിലെവിടെയോ നമുക്ക് കൈമോശം വന്നു. ഒറ്റ മലയാളി പോലുമില്ലാത്ത ഇന്ത്യൻ ടീമിനെ വരെ നമുക്ക് വേദനയോടെ കാണേണ്ടി വന്നു. ഇതെല്ലാം കളിപ്പുസ്തകത്തിലെ പഴയ കഥകൾ. എന്നാൽ പൂർണ്ണമായൊരു തകർച്ചയിൽ നിന്നും ഖാലിദ് ജമീൽ എന്ന അമരക്കാരനിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിന് ഇനി പറയാൻ മലയാളി ചന്തമുള്ള കഥകളുണ്ട്. നൗഷാദ് മൂസ എന്ന മലയാളി കോച്ചിന്റെ കീഴിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്ത്യൻ യുവനിരയിലും മലയാളി വസന്തം പൂത്തുലഞ്ഞിട്ടുണ്ട്. കാഫ നേഷൻസ് കപ്പിലെ പൊന്നിൻ തിളക്കമുള്ള വെങ്കലവുമായി തജിക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യ മടങ്ങുമ്പോൾ 3 താരങ്ങളാണ് ആ സംഘത്തിൽ ഇടം പിടിച്ചത്. മധ്യനിരയിൽ നിന്നും എതിരാളികളുടെ ബോക്സിലേക്ക് നിരന്തരം പന്തെത്തിച്ച ആഷിഖ് കുരുണിയൻ, കൃത്യതയാർന്ന പാസുകളും മൂർച്ചയുള്ള ആക്രമണവുമായി മിഡ്ഫീൽഡിൽ കളിമനഞ്ഞ MS ജിതിൻ, ഇടതുവിങ്ങിലെ പ്രതിരോധവും ആക്രമണവും ഒരുപോലെ വഴങ്ങുന്ന ഉവൈസ് മോയിക്കൽ. കളിക്കളത്തിൽ ഇവർ സമ്മാനിച്ചത് സ്വപ്നസുന്ദര സോക്കറിന്റെ ചടുല താളങ്ങൾ. ഇതേ സമയം ഖത്തറിലെ ദോഹയിൽ അരങ്ങേറിയത് Under 23 AFC ഏഷ്യൻ കപ്പിന്റെ യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ. ടൂർണമെന്റിലുടനീളം ഇന്ത്യ നേടിയ 9 ഗോളുകളിൽ 7 എണ്ണം പിറന്നതും മലയാളി ബൂട്ടുകളിൽ നിന്ന്. 5 താരങ്ങളാണ് ആകെ ടീമിലിടം നേടിയത്. ഇടം വലം വിങ്ങുകളിൽ ആക്രമണത്തിന് ചരട് വലിച്ചത് മുഹമ്മദ് സനാനും മുഹമ്മദ് സുഹേലും. ആദ്യ 2 മത്സരങ്ങളിലായി സുഹേൽ നേടിയ 2 ഗോളുകളും കാൽപന്താസ്വാദകരുടെ മനം കവർന്നു. മധ്യനിരയിൽ കളം നിറഞ്ഞ് വിപിൻ മോഹനും മുഹമ്മദ് ഐമനും ശ്രീകുട്ടനും. അവസാന മത്സരത്തിൽ ഹാട്രിക് തിളക്കത്തിൽ വിപിനും ഡബിൾ അടിച്ച് ഐമനും എതിരാളികളെ നിഷ്പ്രഭമാക്കി. മലയാളികളുടെ ഈ സമഗ്രാധിപത്യം മറ്റൊരു മലയാളിയായ നൗഷാദ് മൂസയുടെ കീഴിലാണെന്നത് ഇരട്ടി മധുരം. അതെ, നമ്മൾ വീണ്ടും പൊരുതി തുടങ്ങിയിരിക്കുന്നു. കളിക്കളത്തിലെ ആ പഴയ പ്രതാപത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ഓരോ മൈതാനവും പ്രത്യാശയുടെ വിളനിലമാണ്. അവിടുത്തെ പ്രകടനം നമ്മെ വീണ്ടും വീണ്ടും പ്രചോദിപ്പിക്കുന്നു. നമ്മൾ ഇനിയുമേറെ കിനാവ് കാണും. ഇന്ത്യൻ ഫുട്ബോളിനും ഒരു നല്ല കാലം വരും. അന്ന് കളിക്കളം മടക്കി വാഴാൻ ഒരു പറ്റം മലയാളികളുണ്ടാവും. ഫുട്ബോൾ ലോകമേ കൺതുറന്നു കാണുക. ഇതാ ഞങ്ങൾ മലയാളികളുടെ വജ്രായുധങ്ങൾ.